ഫുക്രയിലേക്ക് സ്വാഗതം. ബെൽജിയത്തെ ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ച് സ്പെയിൻ സെമിഫൈനലിൽ എത്തിയിരിക്കുന്നു. ഇതോടെ ഫ്രാൻസ് സ്പെയിൻ സെമിഫൈനലിൽ തന്നെ കളമൊരുങ്ങിയിരിക്കുകയാണ്. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ചൊരു ക്ലാസിക് പോരാട്ടമായി ഫ്രാൻസ് സ്പെയിൻ മാറാനിടയുണ്ട്. ഈ ലോകകപ്പിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന, ഈ ലോകകപ്പിൽ ചാമ്പ്യന്മാരാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഏറ്റവും മികച്ച രണ്ട് ടീമുകളാണ് ഫ്രാൻസും സ്പെയിനും. കളിക്ക് മുന്നേ, ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പേ സൂപ്പർ കമ്പ്യൂട്ടർ അടക്കം സ്പെയിൻ ചാമ്പ്യന്മാരാകും എന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. പിന്നാലെ തന്നെ ഫ്രാൻസുമുണ്ട്. ഈ രണ്ട് ടീമുകളും ഫൈനലിൽ എത്തുന്നതിന് മുമ്പേ സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും സെമി ഫൈനലിൽ, അതായത് ജൂലൈ 15 പുലർച്ചെ 12:30 നടക്കുന്ന ആ സെമി പോരാട്ടത്തിൽ ഒരു ടീമിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. ഒരു ടീം ഫൈനലിലേക്ക് പോകും, മറ്റൊരു ടീം സെമി ഫൈനലിൽ വീഴും. അത് ആര് വീഴും എന്നുള്ളതാണ് ഫുട്ബോൾ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചോദ്യം. ഒരു ക്ലാസിക് പോരാട്ടമായിരിക്കും എന്തുകൊണ്ടും സ്പെയിൻ ഫ്രാൻസ് എന്നതിൽ തർക്കമില്ല. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫൻസും മിഡ്ഫീൽഡും ഫോർവേഡ് ലൈനും, ഈ മൂന്ന് വിഭാഗവും അത്യന്തം ഗംഭീരമായിട്ടാണ് ഈ ലോകകപ്പിൽ കളിക്കുന്നത്. അതേസമയം സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസും ഓക്കെ ആണെങ്കിലും അറ്റാക്കിംഗ് സൈഡിൽ അവർക്ക് ഫിനിഷ് ചെയ്യുന്നതിലെ ഒരു ദൗർബല്യം തുടർച്ചയായ മത്സരങ്ങളിൽ കാണാനുണ്ട്. ബെൽജിയത്തിനെതിരെയും അത് കണ്ടു. അപ്പോൾ ഫിനിഷിങ്ങിലെ പാകപ്പിഴവുകൾ സ്പെയിനിൻ്റെ അവർക്ക് തിരിച്ചടിയാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായും ആളുകൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികൾ ശ്രദ്ധിക്കുന്നത്, ആശങ്കയോടെ നോക്കിക്കാണുന്നത്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാം കൊണ്ടും ടീം എന്ന നിലയിൽ സെറ്റാണ്. അവരുടെ അറ്റാക്കിങ്ങിൽ എംബപ്പെ ആയാലും ഡെംബലെ ആയാലും ഒരുപോലെ തിളങ്ങി കളിക്കുന്നു. അവർക്ക് അസിസ്റ്റ് കൊടുക്കാൻ മൈക്കൽ ഒലീസെ, അത്യുജ്വലമായ കളിയാണ് ഒലീസെ കളിക്കുന്നത്. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരങ്ങളിൽ ഒരാളാണ് ഒലീസെ. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും സെറ്റാണ്. അതേസമയം സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 കളികളിലും മെറീനോ അവസാനം ഇറങ്ങി വിജയ ഗോൾ അടിക്കേണ്ട അവസ്ഥ ഉണ്ട്. അവരുടെ ലാമിൻ യമാൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു കളി ലാമിൻ യമാലിൽ നിന്ന് ഒരു ഫിനിഷിംഗ് മികവ് കാണാനില്ല ഈ ലോകകപ്പിൽ എന്നുള്ളതാണ്. പിന്നെയും അവർ ഒയാർസബാലിനെയാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ ആശ്രയിച്ചത്. ആ നിലയിൽ ഫിനിഷിങ്ങിലെ അവരുടെ പാകപ്പിഴവ്, ഫിനിഷിങ്ങിലെ അവരുടെ ദൗർബല്യം ഫ്രാൻസിനെതിരെ ഗുണം ചെയ്യില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെതിരെ ആ ദൗർബല്യത്തെ മറികടക്കാനായിരിക്കും സ്പെയിൻ തീർച്ചയായും ശ്രമിക്കുക. ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള കളി വെച്ച് ഫ്രാൻസിന് ചെറിയൊരു മുൻതൂക്കമുണ്ട് സ്പെയിനെതിരെ എന്ന് പറയാതെ വയ്യ. എന്തായാലും അത് മറ്റൊരു കാര്യം. സെമി ഫൈനൽ പോരാട്ടം മറ്റൊന്നാണ്. ആ ദിവസത്തെ കളി ഏറ്റവും നന്നായി കളിക്കുന്നവർ ജയിക്കും. എന്തായാലും ഫ്രാൻസ് ആയാലും സ്പെയിൻ ആയാലും തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഒരു ക്ലാസിക് പോരാട്ടമായിരിക്കും അത് എന്നതിൽ സംശയമില്ല.